السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. السلام عليكم ورحمة الله وبركاته. ഹാരിഫ് സാഹിബ് ഇപ്പം എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ എല്ലാ രീതിയിലുമുള്ള ഭൗതികമായ ദർജകളും എല്ലാ രീതിയിലുമുള്ള ഭൗതികമായ പരിചയപ്പെടുത്തലുകളും എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ ദർജകൾക്കും വേണ്ടിയാണ്. ഒരു രീതിയിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാനോ നിങ്ങളോ മഹ്ശറിലെത്തുന്ന ദിവസം ഇതൊന്നുമല്ല എൻ്റെ ദർജകൾക്കുള്ള മാനദണ്ഡം. എൻ്റെ ദർജകൾക്കുള്ള മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ഞാൻ എത്രത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചു തെളിയിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരിക്കലും ഒരു തവണ മാത്രം പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടക്കാനുള്ളൊരു വാതിൽ മാത്രമല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദ. അങ്ങനെയാണെങ്കിൽ ഷഹദ്തു എന്ന് പറയണമായിരുന്നു. ഷഹദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തുടർന്ന് എൻ്റെ ജീവിതത്തിലുള്ള സകല മേഖലകളും അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തിന് മാത്രം, റബ്ബേ നിന്റെ തൃപ്തിക്ക് മാത്രം അനുസരിച്ച് ഞാൻ ജീവിച്ച് തെളിയിച്ച് കാണിച്ചു തരാം അല്ലാഹുവേ എന്ന മുദ്രാവാക്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം? എൻ്റെ റസൂൽ, നീ അയച്ച നിന്റെ റസൂലിനെ എങ്ങനെയാണോ പിൻപറ്റേണ്ടത് ആ റിസാലത്തിൻ്റെ കയ്യൊപ്പോടുകൂടി എൻ്റെ റസൂൽ ഈ ദീൻ എന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിച്ച് മാത്രം, അല്ലാതൊരു വലിയൻ്റെയോ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയോ ആരുടെയൊക്കെയോ കടത്തുകൾ കൂട്ടലുകളോടെ ഇസ്ലാം എന്ന് പറഞ്ഞു തന്നതിലൂടെ അല്ല. എൻ്റെ റസൂൽ എന്നെ എങ്ങനെ പഠിപ്പിച്ചുവോ ഇബാദത്ത് ചെയ്യാൻ, എൻ്റെ റസൂൽ എന്നെ എങ്ങനെ പഠിപ്പിച്ചുവോ നടക്കാൻ, ഇരിക്കാൻ, ജീവിതത്തിലുള്ള സകല മേഖലകളിലും ആ രീതിയിൽ മാത്രം ഞാൻ ജീവിച്ച് കാണിച്ചു തരാം അല്ലാഹുവേ. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അതിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ കാഫിറൂൻ എങ്കിൽ രണ്ടാമത്തെ ഭാഗമായ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇല്ല എന്ന രണ്ടാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവരുടെ ഒരു കൂട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ്, ആരാണ് നീ പറയുന്ന അല്ലാഹ്? നീ കുറേ നാളായി അല്ലാഹ്, ഇലാഹ്, റബ്ബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരാണ് നിന്റെ ഈ അല്ലാഹ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് വരുന്ന ഏക ദൈവമാണ് അല്ലാഹ്, അല്ലെങ്കിൽ ഇലാഹ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുന്നത് അവർക്ക് ആ അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഇലാഹിന് വേണ്ടിയാണ്. നീ പറയുന്ന അല്ലാഹ് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം മൗനമായി പോയി. എങ്ങനെയാണ് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഒരൊറ്റ ചോദ്യം, ആരാണ് അല്ലാഹ്? ആരാണ് നിന്റെ ഈ അല്ലാഹ്? നീ നിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണോ നീ ജീവിതം മുഴുവനും ഓരോ മേഖലകളിൽ നീ സഞ്ചരിക്കുന്നത്, ആ അല്ലാഹു ആരാണ്? മൗനമായി നിന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു മണിയായി ഏഴാനാകാശത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹു ഇറക്കി കൊടുത്തു സൂറത്തുൽ ഇഖ്ലാസ്, 112-ാമത്തെ അധ്യായം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, പറയുക നബിയെ, ഖുൽ, ഈ പറയാനിരിക്കുന്ന ഇനി പറയുന്ന ഈ 4 സവിശേഷതകളിൽ, ഈ 4 ഗുണങ്ങളിൽ, ഈ 4 ക്വാളിറ്റീസും ആർക്കുണ്ടോ, നിങ്ങൾ ആരാധിക്കുന്നതായ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നതായ, നിങ്ങൾ നിവേദ്യങ്ങൾ നൽകുന്നതായ നിങ്ങളുടെ ആലിഹത്തുകളിൽ ആർക്കെങ്കിലും ഈ 4 സവിശേഷതകളും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇലാഹായി സ്വീകരിച്ചോ, നിങ്ങളുടെ ആലിഹത്തുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോ. പക്ഷേ ഇല്ല. ഒന്നാമതായി അല്ലാഹു പറയുന്നു അല്ലാഹു അഹദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മളൊരു തർജ്ജമ അതിന് പറയും അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന്. അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനത്തെ ഒന്നായിരുന്നെങ്കിൽ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബിത്താഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡ് മാത്രം മതിയാവില്ലായിരുന്നു നമുക്ക് ആഖിറത്തിൽ നമ്മുടെ 99 തിന്മകളുടെ ഏടുകൾക്കും പകരമായി. നമ്മുടെ 99 തിന്മകളുടെയും ഏടുകളെ കാറ്റിലെ ധൂളികൾ പറന്നു പോകുന്നത് പോലെ ഇല്ലാതാക്കി കളയാൻ മതിയാവുന്നത് ആൾ കാണത്തില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അതല്ല, അത്ര നിസാരമല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് എന്നതിന് ആരാധ്യൻ എന്ന് നമ്മൾ തർജ്ജമ ചെയ്ത് പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഫസ്സിറുകൾ പറയുന്നത് ഇലാഹ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഒന്നുകിൽ അലിഹയിൽ നിന്ന് അല്ലെങ്കിൽ വലഹിൽ നിന്ന്.
അലിഹ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അലിഹ ലഹു എന്ന വാക്ക് പറഞ്ഞാൽ, അലിഹ ഇല ഫുലാനിൻ എന്നൊക്കെ പറഞ്ഞാൽ, ഒരാൾ ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ, പ്രതിസന്ധിയിലായി നട്ടം തിരിഞ്ഞ് എന്ത് ചെയ്യണം ഇനി അറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരാളിൽ സംതൃപ്തി കണ്ടെത്തുക, ഒന്നിൽ സമാധാനം കണ്ടെത്തുക, ഒന്നിൽ ശാന്തി കണ്ടെത്തുക, അതാണ് അലിഹ ഇല ഫുലാനിൻ എങ്കിൽ, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഏത് ചെറിയ പ്രതിസന്ധിയാണെങ്കിലും വലിയ പ്രതിസന്ധിയാണെങ്കിലും, എൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലും അള്ളാഹുവിലേക്ക് പോയി കയറാൻ, അതിന് ആരാധ്യൻ എന്നല്ല പേര്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അപ്പം ആരാധ്യൻ എന്നല്ല, ആരാധന എന്ന് തന്നെയാണ്. എന്തിനോടൊക്കെയോ ചോദിച്ചിട്ട്, എന്തിനോടൊക്കെയോ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ട്, നിവേദ്യങ്ങൾ നൽകിയിട്ട്, എനിക്ക് ഇന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ശാന്തി ലഭിച്ചിട്ടുണ്ട്, എനിക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്, എനിക്ക് സന്തതി ലഭിച്ചിട്ടുണ്ട്, എനിക്ക് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും തന്നെ ആരാധന ആകില്ല. അത് അള്ളാഹുവിനല്ല സമർപ്പിച്ചതെങ്കിൽ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗമായ ഇല്ലല്ലാഹ്, എന്തുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന 4 സവിശേഷതകൾ. ഒന്നാമത്തത് അള്ളാഹു അഹദാണ്. പറയുക നബിയെ, അള്ളാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ മലയാളം തർജുമയിൽ നമ്മൾ കാണാറുള്ളത് ഏകൻ, അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അങ്ങനെ നിസ്സാരമാക്കി നമുക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം അമാനി തഫ്സീറുകൾ ഉൾപ്പെടെ തഫ്സീറുകളിൽ മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട് ഏകൻ എന്ന വാക്ക് അതിന് യോജിച്ചതല്ല എന്ന്. മലയാള ഭാഷ അത്രത്തോളം ദുർബലമായതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലൊരു വാക്ക് നമുക്ക് ലഭിക്കാത്തത് കൊണ്ടും അങ്ങനെ നമ്മൾ തർജ്ജമ ചെയ്ത് പറയുന്നു. പക്ഷെ തഫ്സീറുകൾ വായിക്കാതെ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അഹദാണ് എന്നുള്ളതാണെങ്കിൽ, ആ ഏകൻ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ഒതുക്കാൻ കഴിയുന്നതല്ല. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണാം ദി വൺ എന്ന്. ദി വൺ എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെയും അതിനോട് ചേർത്ത്, അതിനോട് കൂട്ടി നമുക്ക് പറയാൻ കഴിയും ദി വൺ പ്രൊവൈഡർ, ദി വൺ പ്രൊട്ടക്ടർ, ദി വൺ മെയിൻറ്റെയിനർ, ദി വൺ ഗിവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ദി വൺ പവർ എന്നൊക്കെ. പക്ഷെ ഏകൻ എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും ചേർത്ത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ആ വാക്കൊട്ട് ഒരിക്കലും പൂർണ്ണമാകുകയില്ല. തഫ്സീർ സഅദി പോലത്തുള്ള ട്രാൻസ്ലേഷനുകളിൽ ചില തഫ്സീറുകളിൽ നമുക്ക് കാണാം അള്ളാഹു യുണീഖാണ് എന്ന് പറയുന്ന ചില വാക്കുകൾ. അള്ളാഹു യുണീഖാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ആ വാക്കിനെ തന്നെ എടുത്ത് നമ്മൾ അതിനെ വിശദീകരിച്ചാൽ, ഏതെല്ലാം വിശേഷണങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി അറിയുമോ, ഏതെല്ലാം വിശേഷണങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഖുർആൻ വഴിയും മലക്കുകൾ വഴിയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയും, ഏതെല്ലാം വഴി അള്ളാഹുവിൻ്റെ സവിശേഷതകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, അതിലെല്ലാം തന്നെ അള്ളാഹു യുണീഖാണ്. ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പലരെയും പറയാറുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, അവൻ അത്രത്തോളം കാരുണ്യമുള്ളവനാണ്, ആരെന്ത് പറഞ്ഞാലും അവൻ അതിനൊന്നും തർക്കുത്തരം പറയാൻ നിൽക്കില്ല, എല്ലാവർക്കും അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും, സഹായം ചെയ്തുകൊണ്ടേയിരിക്കും, അത്രത്തോളം കരുണയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എവിടെ കിടക്കുന്നു? നമ്മുടെ കാരുണ്യം എവിടെ കിടക്കുന്നു? നമ്മൾ കരുണ എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പറയാട് ഉമ്മയുടെ കരുണ, അല്ലെങ്കിൽ ഏതൊരു മാതാവിൻ്റെയും കരുണയെ പറ്റിയാണ്. അത് മനുഷ്യരുടെ ആകാം, ജന്തുക്കളുടെ ആകാം, മൃഗങ്ങളുടെ ആകാം, പക്ഷികളുടെ ആകാം, എല്ലാം മാതാവിൻ്റെ മാതാവ് എന്ന വാക്കിനോട് ചേർത്താണ് നമ്മൾ പറയാറ് കരുണ എന്ന വാക്ക് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ ആ കാരുണ്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഒട്ടകം അതിൻ്റെ കുഞ്ഞു ജനിച്ച് വീണാൽ അത് മണിക്കൂറുകളോളം ആ കുഞ്ഞിൻ്റെ മുകളിൽ ചവിട്ടാതിരിക്കാനായി ഒരു കാല് മാത്രം പൊക്കി വെച്ചുകൊണ്ട് 3 കാലിൽ മണിക്കൂറുകളോളം അത് നിൽക്കും. ആ മാതാവിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ മനുഷ്യരിൽ പെടുന്ന മാതാക്കന്മാരുടെ ആയിക്കോട്ടെ, ഏത് മാതാവിൻ്റെ ആണെങ്കിലും അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നൂറിൽ ഒരംശം മാത്രം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രം അള്ളാഹു ഭൂമിയിൽ വീതിച്ച് തന്നിട്ടുള്ളതിൽ നിന്നാണ് ഈ കോടാനുകൂടി മനുഷ്യരും അതിലെ ഉമ്മമാരും അതിലെ മനുഷ്യരും ഈ ജന്തുക്കളിലും പക്ഷികളിലും പറവകളിലും പെടുന്ന സകലമാന മാതാക്കളും അതിലുള്ള മനുഷ്യരും എല്ലാം ജീവികളും ഈ ഭൂമിയിൽ ഇറക്കി വിടുന്ന കാരുണ്യം. അത് അള്ളാഹുവിൻ്റെ നൂറിൽ ഒരംശം മാത്രം. അള്ളാഹു അഹദാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇവിടെ കിടക്കുന്നു, നമ്മുടെ കാരുണ്യം ഇവിടെ കിടക്കുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളുടെ ഒരു കാര്യം പോലും അറിഞ്ഞുകൂടാതെ പോകാറില്ല, അറിയാതെ പോകാറില്ല. ഓരോ ഇൻഡസ്ട്രിയുടെ മേലിൽ നിൽക്കുന്ന ആൾക്കാർ പറയും, ഞാൻ അറിയാതെ ഈ ഫീൽഡിൽ ഒരു വിഷയവും നടക്കില്ല, ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന്. നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യവും പറയും, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അള്ളാഹു പറയുന്നു അള്ളാഹു അലീമാണെന്നുള്ളത് എവിടെ കിടക്കുന്നു? നമ്മുടെ അറിവ് എവിടെ കിടക്കുന്നു? ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞു, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹു ഉദ്ദേശിക്കാതെ മനുഷ്യർ അല്ലെങ്കിൽ നിങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളൊന്നും അറിയാൻ തുടങ്ങുന്നത് പോലുമില്ല. വലാ യുഹീതൂന, അള്ളാഹു ഉദ്ദേശിക്കാതെ.
എല്ലാ ഡോക്ടർമാർക്കും ഇന്ന ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ആരോഗ്യ പ്രതിസന്ധി വന്നാൽ നമ്മൾ ഉടനെ പോകുന്ന ഏറ്റവും ടോപ്പ് ഡോക്ടർ അയാൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു പോകുന്നതിന് മുമ്പായി നമ്മൾ അറിയണം അല്ല അലീമായ അള്ളാഹു അഹദാണ്, അള്ളാഹു യുണീക്കാണ്. ഈ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള സകലമാന സ്വേച്ഛാധിപതികളും ഡിക്റ്റേറ്റർമാരും എല്ലാം ആളുകളെ, ജനങ്ങളെ മുഴുവൻ, ജനസമൂഹത്തെ മുഴുവൻ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, കെട്ടിപ്പൂട്ടിയിട്ടുണ്ട്. അവർക്ക് ലഭിക്കാനിരിക്കുന്ന മുഴുവൻ റിസ്ക്കുകളെയും തടഞ്ഞു വെച്ചുകൊണ്ട് കെട്ടിപ്പൂട്ടിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു പറയുന്നു, സൂറത്തുൽ ഫജ്റിനകത്ത് അള്ളാഹു പറയുന്നു, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അള്ളാഹുവിൻ്റെ ബന്ധിക്കൽ പോലെ ഒരു മനുഷ്യനും ഒരാളും അന്നേ ദിവസം ബന്ധിക്കില്ല. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും അന്നേ ദിവസം ശിക്ഷിക്കില്ല. നമ്മളും പലരും പറയാറുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, അവൻ ഒരുപാട് പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ എത്ര ദ്രോഹം ഒരാൾ ചെയ്താലും, അവൻ എത്ര കുത്തുവാക്കുകൾ ഒരാൾ പറഞ്ഞാലും, അവനോട് എത്ര മോശം സംസാരിച്ചാലും അവൻ വീണ്ടും വീണ്ടും അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പൊറുക്കൽ എവിടെ കിടക്കുന്നു? അള്ളാഹുവിൻ്റെ പൊറുക്കൽ എവിടെ കിടക്കുന്നു? സൂറത്ത് നൂഹിനകത്ത് പറയുന്ന, നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറയുന്നു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങും, അവൻ ഗഫാറാണ്. അങ്ങനെ അവൻ നിങ്ങളുടെ പാപമോചനം സ്വീകരിച്ചാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ വർഷിച്ചു തരും, വെള്ളത്തെ വർഷിച്ചു തരും. നമുക്ക് ലഭിക്കാനിരിക്കുന്നതും ലഭിച്ചതുമായ സകല റിസ്ക്കുകളുടെയും അടിസ്ഥാനം വെള്ളമാണ്. ലഭിച്ച റിസ്ക്കിനെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കണമെങ്കിലും അതിൻ്റെ അടിസ്ഥാനം വെള്ളമാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അത് അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധിയായി വർഷിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അള്ളാഹു നിങ്ങളെ സന്തതികളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അവൻ നിങ്ങളെ പോഷിപ്പിക്കും. അവൻ നിങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ സ്വീകരിച്ചാൽ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരും. അപ്പം നമ്മുടെ പൊറുക്കൽ എവിടെ കിടക്കുന്നു? അള്ളാഹുവിൻ്റെ പൊറുക്കൽ എവിടെ കിടക്കും? മുഴുവൻ മഖ്ലൂക്കുകളും ചേർന്ന് നിന്നാലും ഒരു രീതിയിലും അള്ളാഹുവിൻ്റെ അൽ ഖാലിഖായ അള്ളാഹുവിൻ്റെ ഒരു സവിശേഷതകളുടെയും ഒന്നും തന്നെ എത്തത്തില്ല. കാരണം അള്ളാഹുവാണ് ഇതെല്ലാം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു അഹദാണ്. ഏത് വിഷയങ്ങൾ, അപ്പോൾ ഏതെല്ലാം വിഷയങ്ങൾ നമുക്ക് അള്ളാഹുവിനെ പറ്റി അറിയുമോ? അള്ളാഹു അലീമാണെന്നുള്ളതും അള്ളാഹു സമീആണെന്നുള്ളതും ബസീറാണെന്നുള്ളതും അർറഹ്മാനും അർറഹീമാണെന്നുമുള്ളതുമായ സകലമായ നാമങ്ങളും സവിശേഷതകളും നമുക്ക് അള്ളാഹുവിനെ പറ്റി അറിയുമോ? അതെല്ലാം ഈ അഹദ് എന്ന വാക്കിൻ്റെ നിഴലിലാണ്. അള്ളാഹു അഹദാണ്. അള്ളാഹു അഹദാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് അള്ളാഹു പറയുന്നത്, അതായത് അള്ളാഹുവിൻ്റെ സവിശേഷതകളിൽ, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫത്തുകളിൽ ഏതെല്ലാം ഗുണങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വാക്ക് അള്ളാഹു അഹദാണ് എന്നുള്ളത്. ആ അഹദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട വാക്ക് അസ്വമദ്. അള്ളാഹു അസ്വമദാണ് എന്നുള്ളത്. അസ്വമദ് എന്ന വാക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു രൂപങ്ങളായ സ്വമദ്, അയസ്മിദു പോലെ ഒരു രൂപങ്ങളും തന്നെ ഖുർആനിൻ്റെ ഈ 6000 ചൊല്ലുവാനോ ആയത്തുകളിലോ 114 സൂറത്തുകളിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് അള്ളാഹു സ്വമദ് എന്ന് പറഞ്ഞൊരു വാക്കോ അതിൻ്റെ ഏതെങ്കിലും ഒരു രൂപമോ ഉപയോഗിച്ചിരിക്കുന്നത്. അതും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഖുർആനിൻ്റെ മുഴുവൻ ഖുർആനിൻ്റെ 1/3 എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ സൂറത്തുൽ ഇഖ്ലാസിനകത്താണ്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്രത്തോളം അതിനെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ മടിയായിരിക്കുന്നു, ഇപ്പം നിസ്കരിക്കാൻ വയ്യ, പിന്നെ നിസ്കരിക്കാം, ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന നിസ്സാരവൽക്കരിച്ച് പറയുന്നത്, നീ ഒരു കുൽഹു അല്ലാഹു ഓതിയെങ്കിലും നീ അത് നിസ്കരിച്ച് തീർക്കുമോനെ, നിസ്കാരം വിടല്ലേ. അപ്പോൾ എത്രത്തോളം നിസ്സാരമായി നമ്മൾ അതിനെ വെച്ചിരിക്കുന്നു. ആ നിസ്സാരവൽക്കരിച്ചതിനകത്തുള്ള സ്വമദ് എന്ന വാക്ക് എത്രത്തോളം പവർഫുള്ളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് അവതരിപ്പിക്കുമ്പോൾ, ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താണ് സ്വമദ്? അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സർവസൃഷ്ടി പ്രപഞ്ചവും ആരിലേക്കാണോ അവരുടെ മുഴുവൻ ആവശ്യങ്ങളുമായി തിരിയുന്നത് അവൻ. കുറച്ചുകൂടെ നമുക്ക് പറയുന്ന ഭാഷയിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, സർവസൃഷ്ടി പ്രപഞ്ചവും അവൻ്റെ മുഴുവൻ ആവശ്യങ്ങളുമായി ആരിലേക്കാണോ തിരിയുന്നത് അവൻ. ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി തരാനുള്ളത് സകലതും അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്, അവൻ്റെ പക്കൽ തന്നെയുണ്ട്, ഒട്ടും കുറയാതെ. അത് മുഴുവനും നമുക്ക് നൽകിത്തരാൻ അവൻ ഒരു ഇടനിലക്കാരൻ്റെയും ഇടയാളൻ്റെയും ആവശ്യവുമില്ല. അതാണ് അല്ലാഹു സ്വമദ്. അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെയാണ് തേടുന്നതെങ്കിൽ അള്ളാഹു പറയുന്നത്, ഞാനാണ് നിനക്ക് പുറത്തു തരാനുള്ളത്, നീ അത് മുഴുവനും എന്നോട് ചോദിക്കുക. ഹയ്യസ്റ്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അസ്വമദ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായി എന്തെല്ലാം വേണമോ, ആഖിറത്തിൽ ജയിക്കാനായി നമുക്ക് എന്തെല്ലാം വേണമോ അത് മുഴുവനും, ആ സകല ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരാനുള്ളത് ആ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ പക്കലാണ് അതുള്ളത് മുഴുവൻ. അതവന് നമുക്ക് നൽകിത്തരാൻ ഒരു ഇടയാളൻ്റെയും ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യവുമില്ല.
തർജുമയിൽ കാണുന്ന അതേ വാക്യത്തിലേക്ക് വന്നാൽ സർവസൃഷ്ടി പ്രപഞ്ചവും ആരിലേക്കാണോ ആശ്രയിക്കുന്നത് അവൻ, എന്നാൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, അതാണ് സ്വമദ്. അള്ളാഹു പറയുന്നത് നമുക്ക് ഷിഫയാണോ വേണ്ടത്, ആരോഗ്യശമനമാണോ വേണ്ടത്, രോഗശമനമാണോ നമുക്ക് വേണ്ടത്? ഷിഫയാണ് വേണ്ടതെങ്കിൽ ആ ഷാഫി ആയത് ഞാനാണ് നിങ്ങൾക്ക് ഷിഫ നൽകേണ്ടത്. അത് മുഴുവനും നീ എന്നോട് ചോദിക്കൂ. എല്ലാ രീതിയിലുള്ള ഇടനിലക്കാരെയും ഇടയാളന്മാരെയും നമ്മൾ ഷഫാഅത്തിനായും മറ്റെല്ലാ ആവശ്യത്തിനുമായും അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് നിർത്തിയിരിക്കുന്ന സകലരെയും വെട്ടി നിരത്തുന്ന ആയത്താണ് അള്ളാഹു അടുത്തത് പറയുന്നത്. അള്ളാഹുവിൻ്റെ മൂന്നാമത്തെ സവിശേഷത ലം യലിദ് വലം യൂലദ്. അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, അവൻ ആരാലും ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ലം യലിദ് വലം യൂലദ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഇസ്ലാം അല്ലാത്ത മുഴുവൻ ലോകവും ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഏറ്റവും അധികം അടുപ്പമുള്ളത് ഒരാളോട് അടുപ്പമുണ്ടാവുക അവരുടെ മാതാവ്, പിതാവ്, മകൻ, മകൾ അല്ലെങ്കിൽ രക്തബന്ധം. ഈ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന തൗഹീദും റിസാലത്തും ക്രൈസ്തവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി സ്വലാമിനെ പിടിച്ച് മകനാക്കി. നമ്മൾ ഈ പറയുന്ന യഥാർത്ഥ ഇസ്ലാം അല്ലാതെയുള്ള മുഴുവൻ ആളുകളുടെയും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സൂറത്ത് യാസീനിലെ 2ാമത്തെ പേജിൽ പറഞ്ഞു തരുന്ന ഒരു ചരിത്രമാണത്. ആ ചരിത്രത്തിനകത്തുണ്ട് ആ മൈൻഡ് സെറ്റ്. അള്ളാഹു പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സൂപ്പർ നാച്ചുറലായി ഒരു മെസ്സേജും കൊണ്ട് ഒരു മെസ്സഞ്ചർ വരണമെങ്കിൽ ആ മെസ്സഞ്ചറും സൂപ്പർ നാച്ചുറൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ദൂതുമായി 7ാം ആകാശത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു അമാനുഷികമായ ഒരു ദൂതുമായി ഒരു ദൂതൻ വരണമെങ്കിൽ ആ ദൂതനും അമാനുഷികനായിരിക്കണം. സൂറത്ത് യാസീനകത്ത് അല്ലാഹു പറയുന്നതാണ്, ഒരു നാട്ടിലേക്ക് അല്ലാഹു 3 മുർസലുകളെ അയക്കുന്നു. ആ 3 മുർസലുകളോടും ഈ അതിക്രമകാരികളായ ജനത പറയുന്നത്, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുക്കും, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റൊന്നുമല്ല. ബിഷർ എന്ന് പറഞ്ഞാൽ തൊലി. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ ഒന്നുമല്ല. അർ റഹ്മാനായുള്ളവൻ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല, അയച്ചിട്ടില്ല. അതായത് അങ്ങനെ ഒരു ദൂതുമായി ഒരു ദൂതൻ വരണമെങ്കിൽ ആ ദൂതൻ അമാനുഷികനായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു കഹ്ഫിനകത്ത് പറയുന്നുണ്ട്, അല്ലാഹു പറയുന്ന റസൂലിനോട്, ഖുൽ ഇന്നമാ ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യരല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എന്താണ് എൻ്റെ വ്യത്യാസം? ഒരേ ഒരു വ്യത്യാസം, യൂഹാ ഇലയ്യ, എനിക്ക് 7ാം ആകാശത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹു വഹി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണോ ക്രൈസ്തവർ പിടിച്ച് മകനാക്കിയത്, അതേപോലെ യുസൈർ നബി അലൈഹി ഇസ്ലാമിനെ യഹൂദർ പിടിച്ച് മകനാക്കി. ഇതേ പാത പിന്തുടർന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തിന് ശേഷം റസൂലിനോടുള്ള സ്നേഹം പറഞ്ഞ് സ്നേഹം മൂത്ത് ആ സ്നേഹം അനധികൃതമായി, അനിസ്ലാമികമായി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കുടുംബത്തെ പിടിച്ചു, എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു, എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പിടിച്ചു, എന്നിട്ട് ഫാത്തിമകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഇവരെ എല്ലാം പിടിച്ചു. ഇതേ പാത കണ്ടുകൊണ്ട് ഇവരെ എല്ലാവരെയും പിടിച്ച് നടുക്ക് നിർത്തി. ഒരേ ഒരു പ്രതീക്ഷയാണ് ഈ നടുക്ക് നിൽക്കുന്നവർക്കെല്ലാം ഉള്ളത്. ഈ നടുക്ക് നിർത്തുന്ന അള്ളാഹുവിൻ്റെയും നമ്മുടെയും നടുക്ക് നിർത്തിയിരിക്കുന്ന അമ്പിയ മുസ്ലിങ്ങളെ പോലുള്ളവരെയോ ഷെയ്ഖുകളെയോ ബാവകളെയോ എല്ലാം നിർത്തിയിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പ്രതീക്ഷ, എനിക്കിവർ ശുപാർശകരായി വരും. റമളാനിലെ 17-നും 27-നും ഒക്കെ വലിയ സദസ്സുകളിൽ ആയിരങ്ങൾ കൂടി നിന്നുകൊണ്ട് ജാറത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഉസ്താദ് ആരുണ്ട് സംഭാവന ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷവും 20 ലക്ഷവും തരാമെന്ന് നിസാരമായി എഴുന്നേറ്റ് നിന്ന് അവർ പറയുന്നത്, അവരുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് തരാമെന്ന് അവർ പറയുന്നത് ഒറ്റ പ്രതീക്ഷയിലാണ്. ഞാൻ ചെയ്യുന്ന മുഴുവൻ പാപങ്ങൾക്കും പകരമായി ഇവർ എനിക്ക് ശുപാർശകരായി വരും. മഹ്ശറിൽ വരില്ല, ഒരാളും വരില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് തന്നെയാണ്. എന്തിനാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, എന്തിനാണോ നൂഹ് നബി അലൈഹി സ്വലാം വന്നത്, എന്തിനാണോ 300-ൽ പരം മുർസലീങ്ങളെല്ലാം വന്നത്, എല്ലാവരും വന്നത് ഈ ഒരു കാര്യം പറയാനാണ്. ഒരാളും ശഫാഅത്തിനായി വരില്ല. എല്ലാവരോടും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ പാപികളാണ്, നമുക്ക് അത്രത്തോളം പാപങ്ങളുണ്ട്. ഈ പാപങ്ങളൊന്നും പുറത്തു കിട്ടാനായിട്ട് നമുക്ക് ധൈര്യമായി ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് പോകാൻ കഴിയില്ല. അതിന് അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ എന്നെ അമ്പിയാക്കൾ വേണം, മുർസലിങ്ങൾ വേണം, ഷേഖുമാർ വേണം, പാവന്മാർ വേണം, ബീവിമാർ വേണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ. ഇതും ക്രൈസ്തവരിൽ നിന്ന് തന്നെ വന്നതാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് പാപിയായിട്ടാണ് എന്നവർ പറയുന്നു.
എന്നാൽ അള്ളാഹു പറഞ്ഞു തരുന്നതല്ല. ഓരോ കുഞ്ഞും ഫിത്രത്തിലായിക്കൊണ്ട് നിഷ്കളങ്കമായാണ് ജനിച്ചു വീഴുന്നത്. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നതും യഹൂദിയാക്കുന്നതും ക്രൈസ്തവനാക്കുന്നതും മുശ്രിക്കാക്കുന്നതും എല്ലാം അവൻ്റെ മാതാപിതാക്കളാണ്. ഇതിൻ്റെ നേരെ എതിരെ പിടിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് പാപിയായിക്കൊണ്ടാണ്. ആ പാപം മുഴുവൻ കഴുകിക്കളയാൻ വേണ്ടി, ആ പാപക്കറ മുഴുവനും കഴുകിക്കളയാൻ വേണ്ടിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ രക്തം എന്നവർ പറയുന്നത് പോലെ, എന്തിനാണോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ റിസാലത്തുമായി മനസ്സിലാകാതെ വന്നപ്പോൾ അവർ പിടിച്ച് അള്ളാഹുവിൻ്റെ സ്ഥാനത്തും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ അമാനുഷികനാക്കി നിർത്തിയത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന സകല ഭാവങ്ങളും ബീവികളും എല്ലാം ഷെയ്ഖുമാരും വലിയമാരെയും എല്ലാം ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ പിടിക്കുന്നവരുടെ ഷിയാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലുള്ള ഷെയ്ഖ്, ബാവ, ബീവി, തങ്ങന്മാര് എല്ലാ ആളുകളെയും ഏത് തങ്ങൾ ചാരി നിന്ന വടി, തങ്ങൾ കൊണ്ടു നടന്ന വടി, വലിയ ചാരി നിന്ന മരം, കാഞ്ഞിരക്കുറ്റി, കല്ല്, മണ്ണ്, അനങ്ങാത്ത പാറ, സകലമാന കാര്യങ്ങളെയും നമ്മൾ പിടിച്ചിടക്കി നിർത്തി. എന്തിന്? ആവശ്യ പൂർത്തീകരണത്തിന്. അടുത്തതിന് മുമ്പ് രണ്ടാമത് അള്ളാഹു പറഞ്ഞ സവിശേഷത വീണ്ടും ഓർക്കുക. അസ്വമദ് എന്ന വാക്ക് അത്രത്തോളം മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിനകത്ത്, ഈ ഉമ്മത്തിനകത്ത് നിന്നും ഇത് മാറി അനിസ്ലാമികമായി പിഴച്ചുപോയത്. ഒറ്റ വാക്ക് അസ്വമദ്. എടാ, നിനക്ക് ഇസ്തിഗ്ഫാറാണ് വേണ്ടതെങ്കിൽ അള്ളാഹു പറയുന്നത് അത് നൽകാനുള്ളത് ഞാനാണ്. നിനക്ക് ഷിഫയാണ് വേണ്ടതെങ്കിൽ അത് നൽകാനുള്ളത് അഷ്ഷാഫിയായ ഞാനാണ്. നിനക്ക് റിസ്ഖാണ് വേണ്ടതെങ്കിൽ അത് നൽകാനുള്ളത് അർറാസിഖായ ഞാനാണ്. അസ്വമദായി എൻ്റെ പക്കലുണ്ട്. നീ ചോദിക്കുന്ന നിന്റെ ആവശ്യങ്ങളിലുള്ള സകലതും എൻ്റെ പക്കലുണ്ട്, ഒട്ടും കുറയാതെ. അസ്വമദിൻ്റെ അർത്ഥത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതൊന്നും നിനക്ക് നൽകിത്തരാൻ ഒരു ഇടനിലക്കാരൻ്റെയും ഒരു ഇടയാളൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്ത അള്ളാഹു. അതാണ് ലം യലിദ് വലം യൂലദ്. ഷഫാഅത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ശുപാർശകൻ ഇതിനൊക്കെ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ടെങ്കിലും, ഷഫാഅത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു അളിയൻ അത്രത്തോളം വിശ്വസ്തനായി കാണുന്ന ഒരു അറബിയുടെ അടുക്കൽ ഗൾഫിൽ കൊണ്ടുപോയി ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. ആ അർബാബിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറയുന്നു, എൻ്റെ അനിയനാണ്, എൻ്റെ അളിയനാണ്, ഞാൻ നന്നായി നോക്കിക്കോളാം, എല്ലാ ജോലിയും ഞാൻ പഠിപ്പിച്ചോളാം, വിശ്വസ്തനാണ്, നമുക്കിവനെ കൂടെ കൂട്ടാമെന്ന് അർബാബിനോട് പറയുമ്പോൾ അർബാബ് എവിടെ നിൽക്കുന്നു, അളിയൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിന് അള്ളാഹു എവിടെ നിൽക്കുന്നു, ഈ പറയുന്ന ഷഫാഅത്തിനായി നമ്മൾ ഇടയ്ക്ക് നിർത്തിയിരിക്കുന്നവരെവിടെ ഇരിക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഗൾഫിൻ്റെ എല്ലാ രീതിയിലുള്ള പളപളപ്പും ആസ്വദിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉഴപ്പാൻ തുടങ്ങും. ഞാൻ ജോലിക്ക് പോകില്ല, സമയത്തിനെത്തില്ല, കൃത്യനിഷ്ഠയില്ല, ഒന്നുമില്ലാതെ ഞാൻ ഉഴപ്പാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം അർബാബ് പിടിക്കുമ്പോൾ അളിയൻ ഇടയ്ക്ക് വന്നു എന്ന് പറയും, ഇല്ല ഞാൻ നോക്കിക്കോളാം, അവൻ ചെറുപ്പമല്ലേ, അതിൻ്റെയാണ് ഞാൻ നോക്കിക്കോളാം, ഞാൻ ശരിയാക്കിക്കോളാമെന്ന്. ശരിയെന്ന് പറഞ്ഞ് വിടുന്നു. വീണ്ടും അർബാബ് പിടിക്കുമ്പോൾ ഇതുപോലെ അളിയൻ വരുന്നു. അപ്പം ഞാനൊരു ഉറപ്പിലാണ്, ഞാനൊരു പ്രതീക്ഷയിലാണ്, എന്തിനോടൊക്കെയോ ചോദിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിച്ച സകലതിനും അവിടെയാണ് അത് പ്രാവർത്തികമായി വരുന്നത്. ഞാനൊരു പ്രതീക്ഷയിലാണ്. അപ്പം ഇനി അർബാബിനെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആ അറബിയെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ അളിയനെ പ്രീതിപ്പെടുത്തിയാൽ എൻ്റെ ഉപജീവന മാർഗം നിലനിന്നു പോകും. അങ്ങനെ ഞാൻ നൽകുന്നത് മുഴുവനും അളിയനായിരിക്കും, സഹായങ്ങൾ മുഴുവനും ഞാൻ അളിയനായിരിക്കും. അളിയൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അളിയൻ 2 മാസം ഗൾഫിൽ നിന്ന് ലീവിന് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മക്കളെ നോക്കിക്കോളാം, വണ്ടിയെ നോക്കിക്കോളാം, വീടിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളും ഞാൻ നൽകുന്നത് പ്രീതിപ്പെടുത്തതും അളിയനെയാകും. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, യഥാർത്ഥ അർബാബ് സീനിൽ നിന്ന് മുഴുവനായും പുറത്തായതുപോലെ യഥാർത്ഥ റബ്ബായ അല്ലാഹു ആരിൽ നിന്നാണോ നമുക്ക് ഈ സകലത്തിൽ ലഭിക്കുന്നത് അവൻ പൂർണ്ണമായും ഇതിൽ നിന്ന് ഔട്ടാകും. എന്നിട്ട് പല വിഷയങ്ങളും നിവേദ്യങ്ങളും എല്ലാ രീതിയിലുമുള്ള പഞ്ചസാരയും കുരുമുളകും എല്ലാം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയും പാലും മുട്ടയും എല്ലാം സമർപ്പിക്കുകയും ലക്ഷങ്ങളും കോടികളും നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ അതുപോലെ ഞാൻ എൻ്റെ അളിയനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു എങ്ങനെയാണോ റബ്ബായ അള്ളാഹു പുറത്തു പോയത് അതുപോലെ അർബാബായ ഈ പറയുന്ന സ്പോൺസറും നമുക്ക് നൽകിക്കൊണ്ടിരുന്ന ശമ്പളം നൽകിക്കൊണ്ടിരുന്ന ആൾ മുഴുവനായി ഔട്ട്. ഒരു ദിവസം അർബാബ് പിടിക്കും, നല്ല ഉഗ്രനൊരു പിടിപിടിക്കും. അന്ന് ഞാൻ ഓടി എൻ്റെ അളിയൻ്റെ അടുത്ത് പോകുമ്പോൾ അളിയൻ പറയും, ഒരു പരിപാടിയും നടക്കത്തില്ല, എൻ്റെ കാര്യമേ ഞാനിവിടെ പ്രശ്നത്തിലിരിക്കും, നിൻ്റെ കാര്യം പറഞ്ഞു പോയിട്ട് വേണം എന്നെ പിടിച്ചകത്തിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അളിയൻ എങ്ങനെ തിരിഞ്ഞോടുമോ അതുപോലെ മഹ്ശറിൽ ഓരോ മനുഷ്യരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അംബിയ മുർസലും ഓരോ ഷെയ്ഖുമാരും ഓരോ വലിയമാരും ഓരോ ഉമ്മച്ചമാരും ഏത് ഓച്ചറ ഉപ്പയും ആറ്റിങ്ങര ഉപ്പയും ഭീമപ്പള്ളി ഉമ്മച്ചെ ഹാജിലി ദർഗയിൽ സകലമാന ദർഗകളിലും ജാറങ്ങളിലും ഉള്ള സകലത്തിനെയും നമ്മൾ പിടിച്ച് നടുക്ക് നിർത്തിയിരിക്കുന്ന സകലം ഓടും. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞതാണ്, അംബിയ മുർസലുകൾ ഉള്ളപ്പോൾ സകല മനുഷ്യന്മാരും അള്ളാഹുവിൻ്റെ സാന്നിധ്യം നേടാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഒരാളും ശുപാർശയ്ക്കായി വരില്ല.
ഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദൻ എന്ന് സൂറത്ത് മറിയമിനകത്ത് പറയുന്നുണ്ട്. അവർ അള്ളാഹു അർ-റഹ്മാനായ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. സൂറത്ത് മറിയത്തിൻ്റെ ഏതാണ്ട് 88 മുതൽ 95 വരെയുള്ള ആയത്തുകളാണ്. അങ്ങനെ പറയുന്നതോടുകൂടി എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞത് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദൻ, അത് പറഞ്ഞവരെ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും നീചമായ, ഏറ്റവും ഘോരമായ ഒരു കാര്യമാണ്. അത് പറഞ്ഞത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴുകയും ഭൂമി വിണ്ട് കീറുമാറാകുകയും പർവ്വതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകി പോവുകയും ചെയ്യുമാറാകും നിങ്ങളത് പറഞ്ഞത് നിമിത്തം. കാരണം ഇവരെല്ലാം ഈ പറയുന്ന നമ്മൾ ജീവനില്ല എന്ന് കരുതുന്ന എല്ലാ സകലമായ ചരൽ കല്ലുകൾ ഉൾപ്പെടെയുള്ള സകലതും അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും തക്ബീറും ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹുവാണ് അവരോട് പറഞ്ഞത്. സൂറത്ത് മുൽക്കിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, വെറി പൂണ്ട് നിൽക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ് ഭൂമി. ആ ഭൂമിയോട് അള്ളാഹു പറഞ്ഞിരിക്കുക, നീ ദലൂലനായി നിന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അവനോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞത് അള്ളാഹുവാണ്. ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ഈ ഘോരമായ ഈ കാര്യം കേട്ടിട്ട് ഈ ഭൂമിയിൽ മനുഷ്യർ നിന്നുകൊണ്ട് സകലമാന റിസ്ക്കും അള്ളാഹുവിൽ നിന്ന് നേടിയിട്ട് സകലമാനതും അള്ളാഹുവിൽ നിന്ന് നേടിയിട്ട് എല്ലാം തിരികെ കൊടുക്കുന്നത് മറ്റു പലർക്കുമാകുമ്പോൾ ഈ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒന്നും തന്നെ തൗഹീദിൽ അടിസ്ഥാനമായി നിൽക്കുന്ന ഒന്നും തന്നെ അവർക്കൊന്നും സഹിക്കവയ്യാതെ ആകുമ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴാറായി പോകും. ചില തഫ്സീറുകളിൽ മുഫ്സറുകൾ പറയുന്നത് എന്നിട്ടും അത് സംഭവിക്കാതിരിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർ ഇന്നും ഭൂമിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ആദ്യത്തെ എവല്യൂഷൻ അള്ളാഹുവിൻ്റെയും നമുക്കുമിടയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് നിർത്തി മകനാക്കി. എന്നിട്ട് ആ മകനെ തന്നെ ദൈവമാക്കിക്കൊണ്ട് രണ്ടാമത്തെ എവല്യൂഷനിൽ ഈ മകനെ തന്നെ ദൈവമാക്കി എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് അവിടെ നിന്നാണെന്നും ചിന്തിച്ച് ഇതിൻ്റെ ഇടയിൽ കൊണ്ട് മാതാവ്, പുണ്യാളന്മാർ, വിശുദ്ധന്മാരെ നിർത്തിയതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇടയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കുടുംബത്തിനെ നിർത്തി. എന്നിട്ട് ആ കുടുംബത്തിനോട് ചോദിച്ചാൽ കാര്യം നടക്കില്ല എന്ന് നമ്മൾ വീണ്ടും പാപികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാ രീതിയിലുമുള്ള ആളുകളെയും കൊണ്ട് നിർത്തി. ജീവനുള്ളതും ജീവനല്ലാത്തതുമായ സകലതും. അള്ളാഹു പറയുന്നത് അസ്വമദാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയത് സകലതും നൽകുന്നത് ഞാനാണ്. ആ എന്നോട് നിങ്ങൾ ചോദിക്കൂ, അത് തരാനുള്ളത് മുഴുവനും എൻ്റെ പക്കലാണുള്ളത്, ഒട്ടും കുറയാതെ അത് ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നാലാമത് അള്ളാഹു പറയുന്നു വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഒന്നാമത് പറഞ്ഞത് അള്ളാഹു അഹദാണ്. രണ്ടാമത് നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വമദാണെന്ന് പറഞ്ഞു. മൂന്നാമത് അള്ളാഹു പുറമേ കാണുന്ന എല്ലാ ആലിഹത്തുകളെയും വെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ലം യലിദ് വലം യൂലദ്. നാലാമത് നമ്മൾ പുറമേ അല്ലാതെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള ഒരുപാട് ആലിഹത്തുകൾ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുവോ? സ്വന്തം അവയെ ഇലാഹാക്കിയവനെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുന്നത് പോലെയാണിതും. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിൽ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി ഞാൻ നിൽക്കുന്നത് ദുനിയാവിനെ മറന്നുകൊണ്ട് ആഖിറത്തിനെ മറന്നുകൊണ്ട് ഒന്നുകിൽ സംഗീതമായിരിക്കാം, അല്ലെങ്കിൽ മുഴുവൻ പാട്ടും കുത്തിക്കയറ്റി വെച്ചിട്ട് നമ്മൾ ജിമ്മിൽ പോയി 2-3 മണിക്കൂർ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലർ യാത്രകളായിരിക്കാം. ഒന്ന് കഴിഞ്ഞ് അടുത്തത്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ഈ പറയുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ചിലരെ നമ്മൾ ഷോപ്പഹോളിക് എന്ന് വിളിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ചില സ്ത്രീകൾ ചെയ്യുന്നത്, പുരുഷന്മാരുമുണ്ട്, ചില സ്ത്രീകളും ചെയ്യുന്നത് ഷോപ്പഹോളിക്കാവും. എന്താവശ്യം എന്ത് പ്രശ്നം വന്നാലും അവർക്ക് സാധനങ്ങൾ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സമാധാനം മാത്രമാണ് അവർക്ക് വേണ്ടത്. ആണ് അള്ളാഹു ചോദിക്കുന്നത്, സ്വന്തം അവയെ ഇലാഹാക്കിയവനെ നിങ്ങൾ കണ്ടുവോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ആലിഹത്തുകളെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് സമാധാനം ലഭിച്ചു, എനിക്ക് ശാന്തി ലഭിച്ചു, എനിക്ക് സംതൃപ്തി ലഭിച്ചു എന്നെല്ലാം പറഞ്ഞാലും വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒന്നിനോടും തുലനം ചെയ്തു നോക്കാൻ കഴിയാത്തതാണ് അള്ളാഹു. ഏകനായ അഹദായ അള്ളാഹു. ഒന്നിനോടും തുല്യപ്പെടുത്തി നോക്കാൻ കഴിയുന്നതല്ല അള്ളാഹു നൽകുന്ന ശാന്തിയും സമാധാനം. അള്ളാഹു പറയുന്ന ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. റിസ്ക് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ, ഹിദായത്ത് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുന്നത് പോലെ, ശാന്തി ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖജനാവിലാണ്, സക്കീനത്ത് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖജനാവിലാണ്. അള്ളാഹു 7 ആകാശത്തങ്ങളിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഖുലൂബിലേക്ക് എങ്ങനെയാണോ അവന് പൈസയും റിസ്ക്കും വെള്ളവും സമ്പത്തും സന്താനങ്ങളും അള്ളാഹു നൽകിയത്, അതുപോലെ അള്ളാഹു മുകളിൽ നിന്ന് കൊണ്ട് തരേണ്ടതാണ് സക്കീനത്ത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സാക്ഷ്യവാക്യം അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് നിന്നോട് മാത്രം, ഇസ്തിആന തേടുന്നത് നിന്നോട് മാത്രം. ഇത് സഹീഹാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 2 തത്വങ്ങളാണുള്ളത്. ഒന്ന് ഇഖ്ലാസ് ഉണ്ടാവുക, 2 ഇത്തിബാഉ റസൂൽ ഉണ്ടാകുക. ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറേയൊക്കെ അറിയാം. ഇത്തിബാഉ റസൂൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ റസൂൽ പിൻപഠിപ്പിച്ച് തന്നതിലൂടെ മാത്രം, റസൂലിനെ പിൻപറ്റി മാത്രം കൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സഹീഹാക്കാൻ കഴിയുക. ഈ സാക്ഷ്യവാക്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സാക്ഷ്യവാക്യം 2 അടിസ്ഥാന തത്വങ്ങളെ വെച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, 4ആയി മുഴുവൻ മുസ്ലിമീങ്ങളെയും തരം തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒന്ന്, അവർക്ക് ഇഖ്ലാസ് കൊണ്ട്, അവർക്ക് ഇത്തിബാഉ റസൂലുമുണ്ട്. അതായത് അവരവരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് മാത്രം ജീവിക്കും. എങ്ങനെയാണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൻ്റെ കയ്യൊപ്പോടുകൂടി എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ രീതിയിൽ മാത്രം ജീവിക്കും. ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അവർക്ക് ഇഖ്ലാസ് ഉണ്ട് പക്ഷേ ഇത്തിബാഉ റസൂലില്ല. നമ്മൾ ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞതുപോലെ ആര് പഠിപ്പിച്ചു ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അത്രത്തോളം ഭക്തി സാന്ദ്രമാണ് അവർക്ക് ഞായറാഴ്ച പള്ളികളും അല്ലാതെ അവരുടെ ദിവസങ്ങളും. അവരുടെ പള്ളികളിൽ അവരുടെ വീടുകൾക്കുള്ളിൽ തന്നെ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭക്തിയോടുകൂടിയാണ് അവർ ജീവിക്കുന്നതും അവരെ മക്കളെ പഠിപ്പിക്കുന്നതും. ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ കർത്താവിനോട് മാത്രം എന്നതുപോലെ ഈ യൂട്യൂബ് ലൈവുകളിലും എല്ലാം നമ്മൾ കാണുന്ന ഹൽക്കകളും സ്വലാത്തുകളും റാത്തീബുകളും എല്ലാമായി ഒരു ഏതാണ്ട് കേരളത്തിലുള്ള 3-3.5 കോടി മലയാളികൾ, അതിൽ ഏതാണ്ട് 50-60 ലക്ഷമാണ് നമ്മൾ മുസ്ലിമുകളുള്ളത്. അതിനകത്ത് 3-4 ലക്ഷമാണ് ഒരേ സമയം അറ്റ് എ ടൈം ഒരു യൂട്യൂബ് ലൈവിനകത്ത് ഹൽക്കകളും സ്വലാത്ത് മജ്ലിസുകളെന്നും പറഞ്ഞ് 786 ഫാത്തിഹ 10,000 സുബ്ഹാനല്ലാഹു 313 ഖുൽ ഹുവല്ലാഹു അതെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിച്ചോ ചോദിച്ചാൽ ഇല്ല. ഇത്തിബാഉ റസൂലില്ല. പക്ഷെ അവരെല്ലാവരും അല്ലാഹുവിൽ ഇഖ്ലാസോട് കൂടിയാണ് ചെയ്യുന്നത്. അതും സ്വീകരിക്കപ്പെടില്ല. മൂന്നാമത്തത്, അവർക്ക് ഇഖ്ലാസ് ഇല്ല പക്ഷേ ഇത്തിബാഉ റസൂലുണ്ട്. ഹജ്ജിന് പോകും. എങ്ങനെയാണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അണുവിട വ്യത്യാസമില്ലാതെ അങ്ങനെ നമ്മൾ പൂർത്തിയാക്കി വരും അമൽ മുഴുവൻ. പക്ഷേ എന്തിനു വേണ്ടി? ചിലപ്പോൾ ഹാജി എന്ന പേര് ലഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം. ചില മഹല്ലുകളിലും കമ്മിറ്റികളിലും ഇന്നും ഹാജിയാണെങ്കിലേ അവർക്ക് കോർ കമ്മിറ്റി മെമ്പർ ആകാൻ കഴിയുള്ളൂ. അപ്പോൾ ഹാജിയായി തിരിച്ചു വരും. ഇഖ്ലാസ് ഇല്ല, ഇത്തിബാഉ റസൂൽ മാത്രമേ ഉള്ളൂ. അതും സ്വീകരിക്കപ്പെടില്ല. നാലാമത്തത് പറഞ്ഞു തരുന്നത്, അവർക്ക് ഇഖ്ലാസുമില്ല, ഇത്തിബാഉ റസൂൽ ഇല്ല. കുറേ പേര് സ്കൂളിൽ അക്കാഡമിക് എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോൾ കുറേ പേര് പോകണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ഉന്തിത്തള്ളി വിട്ടതിൻ്റെ പേരിൽ പോകും. അവർ ഹാഫിദാകും. അവരതിനുശേഷം ഡിഗ്രി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അഫ്ളലുൽ ഉലമ പഠിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്തിനു വേണ്ടി ഇത് പഠിപ്പിച്ചു, ആരെ പഠിപ്പിച്ചു, ആരിൽ നിന്ന് ലഭിച്ചു എന്നറിയാത്ത രീതിയിൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അവർക്ക് ഇഖ്ലാസുമില്ല, അവർക്ക് ഇത്തിബാഉ റസൂലുമില്ല. ഇതും സ്വീകരിക്കപ്പെടില്ല. അള്ളാഹുവിൻ്റെ കണ്ണിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരാണ്. കാരണം അവർ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. അവർ ഇന്ന പഠിത്തത്തിലൂടെയും പഠന രീതികളിലൂടെയും വന്നതുകൊണ്ട് അവരുടെ വേഷവിധാനം ഇസ്ലാമിൻ്റെ വേഷവിധാനം. അപ്പോൾ ആൾക്കാർ അവരെ പിന്തുടരുകയും ചെയ്യുന്നു. ഏറ്റവും വെറുക്കപ്പെട്ടവർ അവരാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഇഖ്ലാസുമുണ്ട്, ഇത്തിബാഉ റസൂലുമുണ്ട്. അവർ സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി, അവർ വെറുക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവർ സംസാരിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി, അവർ സംസാരിക്കാതെ മൗനമായിരിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് സന്തോഷം വന്നാലും, ആഹ്ലാദം വന്നാലും അവർ ആദ്യം പോയി പറയുന്നത് അള്ളാഹുവിനോടായിരിക്കും. അതാണ് ഇഖ്ലാസ് ഉള്ളവൻ. അവനവൻ്റെ ജീവിതത്തിൽ ഏത് വിഷയവും അള്ളാഹു റസൂലിലൂടെ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് നടത്തുകയും ഇരിക്കുകയും ഇബാദത്ത് ചെയ്യുന്നതുമായ സകല വിഷയങ്ങളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടായിരിക്കും അവൻ ജീവിക്കുക. അവനെ കൊണ്ട് മാത്രമേ നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സഹീഹാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കള്ളമാണ് നമ്മൾ ദിവസവും 17, 20, 30 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഖ്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം മുഫസ്സിറുകൾ പറയുന്നത്, ഖുർആനിൻ്റെ ഒരു വാക്കിൻ്റെ തഫ്സീർ പറയേണ്ടത് ഖുർആനെ കൊണ്ട് തന്നെയാണെന്നാണ്. അതായത് ഇഖ്ലാസ് എന്ന വാക്കിനെ സൂറത്തുൻ നഹ്ൽ 66-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കന്നുകാലികളിൽ, ആടുമാടൊട്ടകങ്ങളിൽ, അൻആമുകളിൽ പാഠമുണ്ട്. അവരുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാൽ നാം നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു. ആ പാലിൻ്റെ യാത്രയാണ് മുഖ്ലിസിൻ്റെ യാത്രയെപ്പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത്. ഏതവസ്ഥയിൽ പോയാലും, ഏതെല്ലാം നീചമായ അവസ്ഥകളിലും സാഹചര്യങ്ങളുടെയും നടുവിലൂടെ അവൻ വന്നാലും അവൻ ഇഖ്ലാസ് കൂടി, ആ പാൽ എത്ര വിശുദ്ധമായിരിക്കുമോ അതുപോലെയായിരിക്കും അവൻ്റെ ഈമാനും അവൻ്റെ ഇസ്ലാമും. അത് ആ ഒരു മാനസികാവസ്ഥ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ ഏത് രാജ്യത്ത് വേണോ, ഏത് ഹയർ സ്റ്റഡീസിന്, ഏത് യൂറോപ്യൻ കൺട്രീസിൽ വേണോ, എത്ര മോശപ്പെട്ട ഇസ്ലാമിൻ്റെ സാഹചര്യങ്ങളുണ്ട് എന്ന് കരുതിയാൽ പോലും നമുക്ക് അവിടെ വിടുന്നതിൽ തെറ്റില്ല. നമുക്ക് പേടി വേണ്ട.
കാരണം അവൻ ഏത് കൂട്ടത്തിൽ നിന്നും ഇതെൻ്റെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കാൻ അവന് കഴിയും. അവൻ മാറി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മളും സംതൃപ്തരാണ്. നമുക്കും ഓരോ അവസ്ഥയിലും ഏത് ആഹ്ലാദത്തിൻ്റെ ഇടയിലും കുടുംബക്കാർ മുഴുവനും 100 പേര് കൂടുന്നൊരിടത്ത് 99 പേരും ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചാലും ഇതെൻ്റെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനോ അതിലേക്ക് അടുക്കാനോ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്കും ഹിദായത്ത് ലഭിച്ചു. ഔദാര്യമായി അള്ളാഹുവിൽ നിന്ന് ഒന്നും പണിപ്പെട്ടിട്ടല്ല, എന്തിനോ പേരിൽ, ഒരു കണ്ണീരിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചതിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഉമ്മാക്കൊന്ന് കാല് തടവി കൊടുത്തതിൻ്റെ പേരിലായിരിക്കും അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അതാണ് ഹിദായത്തിൻ്റെ ആയത്ത്. അവർ അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ആരെയും, ഒരു മഖ്ലൂക്കിനെയുമല്ല, അദൃശ്യമായ നിലയിൽ ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണോ അല്ലയോ എന്ന് തിരുത്തിക്കൊണ്ട്. അതാണ് മുഖ്ലിസ്. മുഹ്സിനായതിനു ശേഷം അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കുമ്പോഴാണ് മുഖ്ലിസിലേക്ക് എത്തുക. അതാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറബികൾ ഇതുപോലെ ഈ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട സകല വാക്കുകളും ഈ ഇഖ്ലാസ് മുഖ്ലിസിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഖലസുൻ എന്ന് പറഞ്ഞ ഖുൽസാനുൻ എന്ന് പറയുന്ന ഒരു തരം സുഹൃത്തിനെയാണ് അറബികൾ ഖുൽസാനുൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വിഷയം അത് അതിൻ്റെ ആദ്യ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അവൻ ആ സുഹൃത്തുമായിട്ടാണ് പങ്കുവെക്കുന്നതെങ്കിൽ ആ സുഹൃത്തിനെ ഖുൽസാനുൻ എന്ന് പറയും. ഒരു മുഖ്ലിസ് നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ ആ രീതിയിൽ എൻ്റെ പ്രതിസന്ധികളിൽ, ഞാൻ ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറുമ്പോൾ ഒരു അരിപ്പ കാണുന്നില്ല എന്നത് മുതൽ, ഒരു സ്പൂൺ കാണുന്നില്ല എന്നത് മുതൽ, ഇസ്ലാമിനെ സഹായിക്കാനായി അള്ളാഹുവെ ട്രംപിനെയും നെതന്യാഹുവിനെയും പിടിച്ചു കെട്ടണേ എന്ന് പറയുന്ന ഏത് അന്താരാഷ്ട്ര വിഷയം മുതൽ എൻ്റെ അള്ളാഹുമായി മാത്രമാണ് ഞാൻ അതിനെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു ഖുൽസാനാണ് നമ്മുടെ. ഖലസുൻ എന്ന് പറയുന്ന ഒരു തരം മുന്തിരിച്ചെടിയുണ്ട്. അതിങ്ങനെ ഒറ്റ മരത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. വേറെ ഒന്നുമായിട്ടും ആശ്രിതത്വം ഉണ്ടാകില്ല. അഹദും അസ്വമദും മനസ്സിലാക്കിയാൽ മുഫസ്സിറുകൾ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ ഭൂമിയിലുള്ള സകല അസ്ബാബുകളിലും നമുക്കുള്ള ആശ്രിതത്വം കുറയും. ഇപ്പം എൻ്റെ മകളെ ഒരു കല്യാണം കഴിപ്പിക്കണമെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻസി, എൻ്റെ ആശ്രിതത്വം, എൻ്റെ പ്രതീക്ഷ അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ജോലി എന്താണ്, അവൻ്റെ വരുമാനം എന്താണ്, അവൻ വീട് വെച്ചിട്ടുണ്ടോ, അവൻ്റെ സുഖ സൗകര്യങ്ങൾ, എൻ്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ്, ഇതൊക്കെയാണ്. ആ സകല ആശ്രിതത്വവും നമുക്ക് മാറിക്കിട്ടും അഹദും അസ്വമദും മനസ്സിലാക്കിയാൽ. എനിക്കൊരു രോഗം വന്നാൽ, എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് രോഗം വന്നാൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രതീക്ഷ എൻ്റെ തൊട്ടടുത്ത് എനിക്ക് അത്രയ്ക്കും അറിയുന്ന ടോപ്പ് ഡോക്ടറെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലിനെ ആയിരിക്കും. അല്ല, ഈ മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ അള്ളാഹു ഭൂമിയിലും ആഖിറത്തിലും അള്ളാഹു ദറജകൾ ഉയർത്തിത്തരും. ആ ഖലസ് എന്ന് പറയുന്ന ചെടിയെ അള്ളാഹു ഇങ്ങനെ ഒറ്റ മരത്തിൽ ചുറ്റിക്കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയതുപോലെ ഈ അവസ്ഥയിലെല്ലാം നമുക്ക് എത്തണമെങ്കിൽ ആരാണ് അഹദെന്നും ആരാണ് അസ്വമദെന്നും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇൽമ് നമുക്ക് നേടിയേ മനസ്സിലാവുകയുള്ളൂ. ഏതാണ്ട് ഭൂമി നമ്മൾ 100% സാക്ഷരത എന്ന് പറയുന്ന ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ജാറങ്ങൾ കാണാൻ കഴിയുക. അനൗദ്യോഗികമായ കണക്കിൽ 40,000 ജാറങ്ങളാണ് ലോകത്തുള്ളത്. അതിൽ 12,000 ഇന്ത്യയിലുള്ളത്, അതിൽ 6,000 കേരളത്തിലുള്ളത്. അപ്പം 100% സാക്ഷരതയുണ്ട് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അവിടെ തന്നെ ഇത്രയും അധികം ജാറങ്ങളും തറകളും ഉണ്ടെങ്കിൽ ഭൗതികമായ ഇൽമല്ല അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ മാനദണ്ഡം. നമ്മൾ അള്ളാഹുവിനെ പറ്റി പഠിച്ചേ മതിയാവൂ, നമ്മൾ ഖുർആനെ പഠിച്ചേ മതിയാവൂ, റസൂലിനെ പഠിച്ചേ മതിയാവും, റസൂലിൻ്റെ സീറ പഠിച്ചേ മതിയാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനം ഇൽമാണ്. ഇൽമില്ലാത്തടത്ത് ജഹിൽ കയറി വരും. എന്നോ ഇല്ലാതായി പോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരല്ല ജാഹിലിയത്ത് എന്ന് വേണമെങ്കിലും ഇൽമില്ലാത്തതിൻ്റെ കാരണത്താൽ എൻ്റെ ഉള്ളിലേക്ക് തിരികെ വരാൻ സാധ്യതയുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് ജാഹിലിയത്ത്. അതുകൊണ്ട് നമ്മൾ ഇൽമ് നേടിയേ മതിയാവുകയുള്ളൂ. തർജുമകളല്ല, തഫ്സീറുകൾ നമുക്ക് വായിക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം. അള്ളാഹു ആഖിറത്തിൽ പോയപ്പോൾ ഓരോ തന്ന അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഈ ഫോണിനെ പറ്റി നമ്മളോട് ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ചിലപ്പോൾ ഒരു കാരണവും കാണില്ല. പക്ഷേ 70-80 വയസ്സായിട്ടും ഇതിനെ ഭൂതക്കണ്ണാടി വെച്ച് തുറന്നു വെച്ച് നോക്കി അന്നേ ദിവസത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരു ആയത്ത് കണ്ട് പഠിച്ച് തർജുമ വായിച്ച് സ്വന്തമായി എഴുതി ടൈപ്പ് ചെയ്ത് അത് വാട്സാപ്പിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. അവർക്ക് പറയാൻ ഒരുപാട് കണക്കുകളുണ്ടാകും, നമുക്കും ഉണ്ടാകണം. പണ്ട് കിലോമീറ്ററുകളും 50,000-60,000 കിലോമീറ്റർ ഒട്ടകത്തിൽ സഞ്ചരിച്ചാണ് ഒരു ഹദീസ് കിട്ടുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കണ്ണ് തുറന്നിട്ട് ചുമ്മാ ഫോൺ തുറന്ന് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇൽമ് ഇങ്ങനെ കുത്തി നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം അനുഗ്രഹങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നിഅമത്തുകളെല്ലാം അള്ളാഹു നമുക്ക് നിലനിർത്തി തരണം. അള്ളാഹുവിനെ നമുക്ക് അറിയാനുള്ള കൂടുതലായി
തീർച്ചയായും അള്ളാഹു നമുക്ക് ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഇൽമിൽ അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ വീണ്ടും കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.